ഹലോ ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബീച്ചിലാണ്. ആലപ്പുഴ ബീച്ചിൽ നമ്മളൊരു സൂപ്പർ സ്റ്റാറിനെ കാണാൻ വന്നിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, 3 വയസ്സിൽ വഞ്ചിപ്പാട്ട് പാടി വൈറലായിട്ടുള്ള നമ്മുടെ അർജുൻ കുട്ടനാണ്. നമുക്ക് അർജുൻ കുട്ടനും ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഇനി തൊട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമസ്തേ പറ. നമസ്തേ പറ. നമസ്തേ. കൈകൂപ്പി പറ. കൈകൂപ്പി പറ. അപ്പൊ ഇതാണ് നമ്മുടെ വൈറൽ താരം അർജുൻ സാരഥി. ഇതാണ് അർജുൻ സാരഥി. അർജുൻ സാരഥി ലൈഫ് ഒരു വേറെ ലെവലിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് പറയുന്നത് ഭയങ്കരമായ ഒരു കാര്യത്തിലാണ്. അത് ഇവന്റെ പേരില് ചേഞ്ച് ആയെന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. അത് നമ്മുടെ ഗുരുക്കന്മാരുടെയും പൂർവികന്മാരുടെയും ദൈവത്തിന്റെ ഒക്കെ അനുഗ്രഹമായിരിക്കാം. വിനീതന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പൊ വഞ്ചിപ്പാട്ട് അല്ലെങ്കിൽ പള്ളിയോടം ഇങ്ങനെയുള്ള കൾച്ചറുകളെ ഭയങ്കരമായിട്ട് മുറിവ് പിടിക്കുന്ന ആളാണ്. അപ്പോ ഇവനിലൂടെ ഈ സക്സസ് ആവാന്ന് പറയുന്ന ചെറിയ കാര്യമല്ലോ മകനിലൂടെ. ആ മൊമെന്റിനെ എങ്ങനെയാ ശരിക്കും കാണുന്നത്? എന്താ തീർച്ചയായും നമ്മുടെ പറയുകയാണെങ്കിൽ ചെന്നിത്തല പള്ളിയോടത്തിന്റെ നാട്ടിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ആറന്മുളയിലെ ഒരു 52 കരകളിൽ ഒന്നാണ് ചെന്നിത്തല പള്ളിയോടം. അതായത് ഏറ്റവും ദൂരം കൂടുതൽ വരുന്ന പടിഞ്ഞാറ് എന്ന് പറയുന്ന പള്ളിയോടമാണ് നമ്മുടെ. അത് 83 കിലോമീറ്ററോളം ദൂരം 3 നദികൾ, അതായത് കുട്ടമ്പേരാറ്, അച്ചൻകോവിലാറ്, പമ്പാ നദി, ഈ 3 നദികൾ താണ്ടിയാണ് നമ്മൾ ആറന്മുളയിൽ എത്തുന്നത്. ഒരു ദിവസം മൊത്തം ട്രാവൽ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഉത്രട്ടാതി നാളിലാണ് നമ്മൾ ആറന്മുളപ്പനെ കാണാനെത്തുന്നത്. ഒരു തിരുമുൽ കാഴ്ചയുമായിട്ട് ആറന്മുളയിൽ എത്തും. അപ്പം നമുക്ക് ഒത്തിരി സന്ദർഭങ്ങളുണ്ട് വഞ്ചിപ്പാട്ടിന്റെ. ആ വഞ്ചിപ്പാട്ടിന്റെ സന്ദർഭങ്ങളിലെല്ലാം ഇവനെ ജനിച്ചപ്പോ മുതല് അപ്പം ഒത്തിരി സന്ദർഭങ്ങളാണ് നമുക്ക് വഞ്ചിപ്പാട്ടിന് പാടാനായിട്ട്. അപ്പൊ ഈ 3 വർഷമായിട്ട് ഇവൻ ജനിച്ചപ്പോ 3 വയസ്സായി ഇവന്. 3 അപ്പം 3 വയസ്സായി. അപ്പൊ 3 വയസ്സില് എല്ലാ ചടങ്ങുകളിലും നമ്മൾ ഈ 3 വർഷമായിട്ട് എല്ലാ ചടങ്ങുകളിലും നമ്മള് ഇവനെ കൊണ്ടുപോകുമായിരുന്നു. ആ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഇവൻ ഈ പാട്ട് കേട്ട് പഠിച്ചു. അത് മാത്രമല്ല, നമ്മൾ യൂട്യൂബിലും അല്ലാതെ റെക്കോർഡ് നമുക്കുണ്ട് വഞ്ചിപ്പാട്ടിന്റെ. അതുൾപ്പെടെ ഇവൻ കേട്ടാണ് ഇതെല്ലാം പഠിച്ചത്. സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് വഞ്ചിപ്പാട്ടാണ് ആദ്യം പാടുന്നതെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവൻ വഞ്ചിപ്പാട്ട് പാടി തുടങ്ങി. അപ്പൊ അവൻ സീസൺ ബേസ്ഡ് ആണ്. നമുക്ക് കുത്തിയോട്ടം ഉണ്ട്, നമ്മൾ ഓണാട്ടുകാരെന്നാണ് വരുന്നത്. കുത്തിയോട്ടം ഉണ്ട്, വഞ്ചിപ്പാട്ടും ഉണ്ട്. അപ്പൊ രണ്ടിലും ഞാൻ ഭാഗവാക്കാണ്. അത് രണ്ടിലും ഭാഗമായത് കൊണ്ട് തന്നെ 2 ചടങ്ങുകളിലും ഇവനെ കൊണ്ടുപോകാറുണ്ട്. ഇവനൊരു പാട്ടുകാരനാണെന്നുള്ളത് ചിലപ്പോൾ ആദ്യം മനസ്സിലാക്കി ഉണ്ടാക്കുക ചേച്ചിയായിരിക്കും അല്ലേ? അപ്പൊ ഏത് സമയത്താ ഇവരിലൊരു താളബോധം ഉണ്ടെന്നൊക്കെ ശരിക്കും മനസ്സിലാക്കി തുടങ്ങി? നമ്മള് അതായത് 1 വയസ്സ് തൊട്ടേ കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ട്, ആറന്മുളയെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം കുഞ്ഞ് നമ്മൾ അവിടെ നമ്മുടെ കുടുംബച്ചൂട്ടിൽ പാടാൻ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് കുഞ്ഞ് അവിടെ നടക്കുന്ന താളം, അതായത് കൈ കൊട്ടുകയും ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഇതാവുന്നത്. അപ്പം അത് തൊട്ട് നമുക്ക് മനസ്സിലാക്കി കുഞ്ഞ് പാട്ട് പാടുമെന്ന് നമുക്ക് എന്തായാലും ഉറപ്പായിരുന്നു. പക്ഷെ എപ്പോ തൊട്ട് പാടുമെന്ന് നമുക്കും അറിയത്തില്ലായിരുന്നു. അപ്പം ഒരു 2.5-2.25 വയസ്സ് തൊട്ടാണ് അതായത് വാക്കുകളാണേലും ഇതെല്ലാം നല്ലതായിട്ട് പറയാൻ തുടങ്ങി, പിന്നെ പാടാൻ തുടങ്ങി. ഓരോ വരിയായിട്ട് പാടുമ്പോ നമുക്ക് ആദ്യം തിരിഞ്ഞു വരത്തില്ലായിരുന്നു, തന്നെ പഠിച്ചു തുടങ്ങിയതാണ്. നമ്മൾ ആരും പഠിപ്പിച്ചതോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഇത് തന്നെ കേട്ട് കുഞ്ഞിനെ ആ ഇത് കഴിവുള്ളത് കൊണ്ടാണ്, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ കഴിവ് വന്നത് കൊണ്ടാണ് അത്. നോർമലി കുട്ടികള് സംസാരിച്ച് പോലും ചില കുട്ടികളൊന്നും 3 വയസ്സിലൊന്നും സംസാരിച്ച് തുടങ്ങുക പോലും ഇല്ല. അപ്പൊ ഈ താളം പാട്ട് എവിടെ നിർത്തണം അല്ലെങ്കിൽ എവിടെ തുടങ്ങണം എന്നുള്ളത് ഒരു സെൻസ് സ്വയം ഉണ്ടാവണല്ലോ. ആ സെൻസ് ഉണ്ടായാണ് നമുക്കൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. ആ സെൻസിലാണ് കാര്യം. പാട്ട് എല്ലാരും പാടുമായിരിക്കും. നമ്മുടെ നാട്ടിലെ അതായത് വഞ്ചിപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കുട്ടികളും അതിന്റെ ഒരു പരമ്പര വെച്ചിട്ട് നമ്മൾ പാടും, ഉറപ്പ് കാര്യമാണ്. പക്ഷെ അവന് ആ 3 വയസ്സിലെ ആ സെൻസ് ഉണ്ടായത്, അത് നൃത്തം എവിടാണ്, ബാക്ക് പാടുമ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് എത്രയാണ് നിർത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവന് വ്യക്തമായിട്ട് അറിയാം. അത് അനുഗ്രഹം തന്നെയാണ്, ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ് എന്നുള്ളതാണ് നമ്മുടെ. ഞാൻ ആക്ച്വലി അച്ചുകുട്ടനെ ആദ്യം ശ്രദ്ധിക്കുന്ന നന്ദഗോവിന്ദത്തിന് നമ്മളൊരു ഇന്റർവ്യൂ വരുന്നത് ഓണത്തിന്. അപ്പൊ അതിന്റെ റിസർച്ച് ചെയ്ത സമയത്താണ് ഞാൻ ഇവന്റെ ഈ വൈറൽ ഇൻസ്റ്റാഗ്രാം നോക്കിയ സമയത്താണ് ആ വീഡിയോ കാണുന്നത്. നന്ദഗോവിന്ദത്തിന് ആ ചടങ്ങ് എന്തായിരുന്നു ശരിക്കും? അത് ആക്ച്വലി നമ്മളെന്ന് പറയുന്നത് നമ്മുടെ പള്ളിയോടം പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ കുറെ ചടങ്ങുകളുണ്ട് നമുക്ക്. 52 കരകളിലും ഇല്ലാത്ത കുറെ ചടങ്ങുകളുണ്ട് നമുക്ക്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം നന്ദഗോവിന്ദത്തിന്റെ ഭജൻസ് ഉണ്ടായിരുന്നു. ഭജൻസ് ഉണ്ടായിരുന്ന കൂട്ടത്തില് ഇവൻ വന്ന് പാട്ട് കേട്ട് താളം കൈയൊക്കെ ആക്ഷനൊക്കെ കാണിക്കുമായിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷവും നമ്മൾ ഒരു
നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വഞ്ചിപ്പാട്ട് പാടി. അപ്പൊ ഈ വർഷവും പാട്ട് ഏകദേശം അവരുടെ മംഗളം സമയത്തായപ്പോഴത്തേക്ക് നമ്മള് ഒരു വഞ്ചിപ്പാട്ട് പാടി. വഞ്ചിപ്പാട്ട് ഇപ്പം പാടി തുടങ്ങി ഒരു അവസാന ഘട്ടം ആയപ്പോഴത്തേക്ക് ഇവനും 2 വരി പാടി. അത് അവർക്ക് ഭയങ്കര ക്രേസ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുട്ടി വന്ന് പാടുന്നു എന്നുള്ളത് രീതി. അപ്പം അവരിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കിന് ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പം അവര് ആ സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ് ഈ കാണുന്ന മൊത്തം ചേഞ്ചിന് കാരണം. അത് നന്ദഗോവിന്ദത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവത്തില്ല. ഈ നന്ദഗോവിന്ദത്തിന്റെ പാട്ടും ഇപ്പൊ മൂളി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, നന്ദഗോവിന്ദത്തിന്റെ പാട്ട് പാടി തരുമോ? നീല നീല പാടുവോ? അയ്യപ്പോ അത് പാടാ, അത് പാടാ. കൈ താങ്ക് യു പറ. ഇപ്പൊ രണ്ടാമത് ഇപ്പൊ റീസെന്റ് വൈറലായത് മറ്റേ ആറന്മുള ആ സമയത്ത് അത് ആക്ച്വലി എന്തായിരുന്നു സംഭവം? ഞാൻ അതിനൊന്നും കമന്റ് വിട്ടു. എനിക്ക് ആ പ്രായമുള്ള അപ്പൂപ്പൻ ഇവനെ എടുത്തിട്ട് ഞാൻ ആക്ച്വലി വിചാരിച്ച എന്റെ ഗ്രാൻഡ് ഫാദർ അങ്ങനെ എന്തോ ആണെന്നുള്ളതാണ്. നമുക്ക് ഈ പൂരുട്ടാതി നാളിൽ ആ വള്ളം പോകുന്നതുകൊണ്ട് നമ്മൾ ഒരു വട്ടം ആറന്മുളയിലോട്ടുള്ള യാത്രയുള്ളൂ, ചടങ്ങുകളുള്ളതുകൊണ്ട് നമുക്ക് ഉത്രട്ടാതിക്ക് ശേഷം ഈ ജൂലൈ 13 തൊട്ട് സദ്യ തുടങ്ങുമെങ്കിലും ചെന്നിത്തല പള്ളിയോടത്തിന് ഉത്രട്ടാതി മുതലേ സദ്യയുള്ളൂ. അപ്പൊ ഉത്രട്ടാതി മുതൽ സദ്യ നമ്മളൊരു സദ്യ വരുന്നതനുസരിച്ച് ഒരു ചിലപ്പോൾ ഒരു 9 വള്ളസദ്യ ആയിരിക്കും, ചിലപ്പോൾ 8 വള്ളസദ്യ ആയിരിക്കും. അതിൽ ഒരു വള്ളസദ്യ എന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്ന അരുൺ എന്നാ പേര്. അപ്പൊ അവന്റെ സദ്യ യാദൃശ്യമായിട്ട് വരികയും ആ സദ്യക്ക് ഞാനും വൈഫും കുഞ്ഞും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് എനിക്ക് ആ ഏറ്റവും വലിയ ആഗ്രഹം, ഇവ പാടി തുടങ്ങിയപ്പോ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആ നടയിൽ ചെന്ന് പാടുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ആ നടയിൽ ചെന്ന് പാടുക. എവിടെ ഇനി ഏത് സ്ഥലത്ത് പാടി കഴിഞ്ഞാലും നമുക്ക് ആ നടയിൽ ചെന്ന് പാടുന്നതിന്റെ ഒരു ഫീല്, നമ്മൾ വള്ളത്തെ ചെന്നിട്ട് നടയിൽ ചെന്ന് പാടുക. അപ്പൊ അതായിരുന്നു ആഗ്രഹം. പക്ഷെ അതിനു മുമ്പേ തന്നെ നന്ദഗോവിന്ദത്തിന്റെ യാദൃശ്യമായിട്ട് ദൈവാനുഗ്രഹത്തോടെ അത് വൈറലായിരുന്നു. അതിനുശേഷം ഈ വള്ളസദ്യക്ക് അപ്പൊ നമ്മൾ വലം വെച്ചിട്ട് അവിടെ വന്നു, കൊടിമരച്ചോട്ടി വന്നു. അപ്പൊ പറയിടുന്ന സ്ഥലമുണ്ട്. ആ പറയുടെ ഫ്രണ്ടില് നമ്മൾ പാടുന്നുണ്ട്. പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനും വരി പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരാള് വന്ന് ഇവനെ തോളത്തേറ്റുക, ഒരു തിരുമേനി. നമ്മൾ ആദ്യം ആലോചിച്ചപ്പം തിരുമേനി തോളത്തേറ്റുന്നു എന്താണോ ചിലപ്പോ ഇവൻ പാട്ട് നിർത്തുമോ എന്നുള്ള സംശയം. പക്ഷെ അവൻ തോളത്തിരുന്ന് തന്നെ തോളത്തിരുന്ന് പാടി. അത് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ വന്നതിന് ശേഷം വീട്ടിലെത്തിയതിനു ശേഷമാണ് വൈഫ് എന്നോട് പറയുന്നത്, അവിടെ നിന്ന് ഒരാൾ പറഞ്ഞെന്ന് ഈ 10 വർഷം മേൽശാന്തി ആയിരുന്നു ആറന്മുളയില്. അപ്പൊ ഭഗവാനെ ഏറ്റവും കൂടുതൽ അടുത്ത് കണ്ടിട്ടുള്ള അത്രയും നാള് സേവിച്ച ഒരാള്, അത് ഭഗവാന്റെ തീരുമാനമായിരിക്കും. അന്നേരം ആ പാട്ട് അവൻ ആദ്യമായിട്ട് ആ നടയിൽ പാടിയപ്പം പെട്ടെന്ന് വന്ന് തോളത്തേറ്റി എന്ന് പറയുന്നത്. അത് ഞാൻ വിചാരിച്ചേ ഭയങ്കരമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ തോളത്തിരിക്കണ പോലെയാണ്. ഇവൻ അങ്ങനെ ഒരു വിമുഖത അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഫിയർ എവിടെങ്കിലും പോയിട്ട് ആൾക്കാരുടെ മുന്നിൽ ചെന്നിട്ട് പെർഫോം ചെയ്യാനായിട്ട് ഇതുവരെ സഹായിച്ച് മടിയില്ല. പാടാൻ പറഞ്ഞാൽ അപ്പൊ പാടും. ഇപ്പൊ ഈ ഫ്ലവേഴ്സിൽ പോയപ്പോഴേ ഇപ്പൊ MJ സാറിന് മുമ്പിലൊക്കെ കൗണ്ടർ അടിച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? ഒരു ദിവസം രാത്രിയിലാണ് വിളിക്കുന്നത്, ഒരു 11:30 ആയപ്പോഴും അവിടുത്തെ പ്രൊഡ്യൂസർ വിളിക്കുന്നതിന്റെ പോലെ നെക്സ്റ്റ് ഡേ ഷൂട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ കുറെ നാളായിട്ട് അവർ അന്വേഷിക്കുന്നു, നന്ദഗോവിന്ദത്തിന്റെ വീഡിയോ വന്നതിന് ശേഷം അന്വേഷിക്കുന്നു. അപ്പൊ നമ്മൾ നേരെ അവരുടെ സ്റ്റുഡിയോയിൽ പോയി. അന്നത്തെ ദിവസം ഇവൻ ചെന്നു, പാടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീനാക്ഷി ആങ്കർ ഇവൻ മോളോട് ചോക്ലേറ്റ് ചോദിച്ചു കഴിഞ്ഞിട്ട് MJ സാറിന്റെ അടുത്ത് പോയിട്ട് ചോക്ലേറ്റ് തരുമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ആ ചോക്ലേറ്റ് അവിടെ ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഇവൻ ആ മടി കയറി ചോക്ലേറ്റ് തരാതെ പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവന്റെ എക്സ്പ്രഷൻ ഇവൻ ആ 3 വയസ്സിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും ആ ഫ്ലോറില്. ഇവൻ അറിയുന്നില്ലല്ലോ അതൊക്കെ വലിയ അനുഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാല് സാറിന് പിന്നെ MJ ചന്ദ്ര സാർ അത്രയും വലിയ മ്യൂസിക് ഡയറക്ടർ, ഉണ്ണിമേനോൻ സാറ്, പിന്നെ വിശ്വനാഥൻ, പിന്നെ അത് പറഞ്ഞ ആ ഫ്ലോറില് കുറെ അധികം മൊമെന്റ്സ് ഉണ്ട്. അതിനുശേഷം ഇത്രയും അനുഗ്രഹമായ ഒരു മൊമെന്റ് ഉണ്ടായിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, അഭിമാനം എന്നൊക്കെ ഉള്ളതാണ്. എങ്ങനെയാ ശരിക്കും പുള്ളിന്റെ ഒരു പാട്ട് പഠിക്കുന്ന ഒരു രീതി എങ്ങനെയാ? കഴിക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ നമ്മള് ഒന്നെങ്കിൽ പാട്ട് വെച്ച് കൊടുക്കും. അപ്പൊ കൂടുതലും നമ്മൾ ഈ യൂട്യൂബിൽ പാട്ട് വെച്ച് കൊടുക്കുന്നത് ഈ കാർട്ടൂൺ പാട്ടല്ല പുള്ളിക്ക് കൂടുതൽ ഇഷ്ടം. ഈ വള്ളപ്പാട്ടോ അല്ലെങ്കിൽ കുത്തിയോട്ടപ്പാട്ടോ അങ്ങനെ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം.
അപ്പൊ നമ്മൾ അങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ അത് കണ്ട് ആദ്യമായിട്ട് നമ്മൾ ഈ ശ്രീ പത്മനാഭ എന്ന് പറഞ്ഞ പാട്ട് നമ്മളിങ്ങനെ യൂട്യൂബിൽ ഇത് കണ്ട് ഞാൻ വെച്ചു കൊടുത്തു. ഒരു മിനിറ്റ് ആ വെച്ചുപാട്ടെന്ന് പറയും അത് പാടും. അപ്പൊ അങ്ങനെ കേട്ട് കേട്ട് പാടി. പിന്നെ നമ്മൾ പറഞ്ഞു ചേട്ടൻ പാടുന്ന ചേട്ടൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയും കേട്ട് കേട്ട് അങ്ങനെ പഠിച്ചു. അച്ചിക്കുട്ടാ ശ്രീ പത്മനാഭ പാടുവോ? ഗോവിന്ദ 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 ശ്രീ പത്മനാഭ ശ്രീ പത്മനാഭ മുകുന്ദ മുരാരക ശ്രീ പത്മനാഭ മുകുന്ദ മുരാരക ഐ ഐ ഏ ഏ തഗു ഹി തത്താ ദേ ദേ ദോ ഹി തത്താ ദേ ദേ ദോ നാരായണ നിന്നെ കാണുമാറാകേണം നാരായണ നിന്നെ കാണുമാറാകേണം ഐ ഐ ഏ ഏ തഗു ഹി തത്താ ദേ ദേ ദോ ഹി തത്താ ദേ ദേ ദോ പച്ചക്കല്ലൊത്തതിരുമേനിയും നിന്റെ പച്ചക്കല്ലൊത്തതിരുമേനിയും നിന്റെ ഐ ഐ ഏ ഏ തഗു ഹി തത്താ ദേ ദേ ദോ ആ 10 ഇതൊക്കെ പാടാം. അത് പിന്നെ ഓക്കെ അത് പിന്നെ പാടാം. ഓക്കെ അച്ചിക്കുട്ടാ സൂപ്പർ അംഗനവാടി പോകുന്നുണ്ടോ? തിങ്കളാഴ്ച പോകുന്നു പറ. തിങ്കളാഴ്ച പോവോ? ഫ്ലവേഴ്സിൽ പോയല്ലോ. നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ അങ്കിള് വേറൊരു സാധനം തരും. മര്യാദയ്ക്ക് ഇരിക്കോ? ഓക്കെ എന്ന് പറ.